ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്തെങ്കിലും ഇതാ മോർണിംഗ് എഴുന്നേറ്റ് ഫ്രഷായി എന്താ പറയുക കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹായ് പറയാൻ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ആ കമൻറ്റൊക്കെ ഇങ്ങനെ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ആയിഷ ഹുസൈൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ഹായ് റിഫാന, പിന്നെ ഫിദ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ഹായ് ഫിദ, പിന്നെ പറഞ്ഞത് ഏഞ്ചലീന ജോസഫ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് ഹായ് ഏഞ്ചൽ, പിന്നെ ഉള്ളത് അർപ്പിത എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഹായ് അമ്മു. അപ്പോൾ ഇത്രയും പേരാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് നല്ല മാർക്കോടെ കൂടെ പാസ്സാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് എത്നിക് വിയർ ആണ് ഇടാൻ പോകുന്നത്. ഈ ഒരു ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ വേഗം പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മോയ്സ്ചറൈസറും സൺസ്ക്രീനാണ്. പോയിട്ട് എടുത്തിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല വെയിലായതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ നമുക്ക് മോസ്റ്റായിട്ട് ഇടേണ്ട ഒരു പ്രൊഡക്റ്റാണ്. എന്നിട്ട് ഇതാ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല കേട്ടോ, നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക വേഗം വിയർത്തങ്ങ് ഒലിച്ച് പോവും. പക്ഷേ ഒരുങ്ങുമ്പോൾ നല്ല മുൻസായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി വേഗം ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. ബസ് വരാൻ ടൈമായി. ബൈ. അങ്ങനെ ഇതാ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നെ നമുക്ക് കുന്ന് കയറലാണ് ടാസ്ക് പിടിച്ച പരിപാടി. അപ്പോൾ വേഗം പോയിട്ട് കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ കേട്ടോ. കുന്ന് കയറി പകുതി എത്തി. എനിക്ക് ഒരു സ്റ്റെപ്പും കൂടി കയറാളൂ. അങ്ങനെ കുന്നൊക്കെ കയറി നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം നമുക്ക് ബസ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബസ് വന്നു, ബസ്സിൽ കയറി. അപ്പോൾ നമ്മൾ കോളേജിലേക്കുള്ള ബസ് അവിടെ നിന്ന് മാറി കയറി കേട്ടോ. അപ്പോൾ അതാ ഞാനും നന്ദോസും ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക സൊറ പറയലായിരുന്നു. അതിൻ്റെ അടുക്കൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇതാ നമ്മളെ കോൺകോട് കോളേജ് എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ എൻട്രൻസ് വരുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഇതാ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യുക കോളേജിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ കോളേജിലേക്ക് പോകാട്ടോ. അതവിടെ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ കോളേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എക്സാം ഓതാവുന്ന സെൻറ്റർ. അപ്പോൾ അങ്ങനെ ഹാൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചു. എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു. കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ ഇതാ അവിടെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ നമ്മളിതാ നേരെ കടന്ന് വിട്ടു ചാലോടെ മോളിൽ കയറി കേട്ടോ. എനിക്ക് 2-3 ഫാൻസി ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് എന്താ പറയുക മെഹന്തിയും ഫേസ് വാഷും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി വാങ്ങി. എന്നിട്ട് അങ്ങനെ നമ്മളിതാ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ അങ്ങനെ ബസ് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഈ ചൂടിൻ്റെ കാര്യമാണെന്നൊക്കെ പറയാനില്ല, ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഈ ചൂടത്താണ് ഞാൻ സൽവാർ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ടുള്ളത്. ഭയങ്കര അവസ്ഥയായി പോയിട്ട് ഇട്ടിട്ട് പോയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ബസ് എടുത്തു എൻ്റെ നാട്ടിലേക്കുള്ള. അങ്ങനെ നാട്ടിലെത്തി ഫ്രഷായി നിസ്കരിച്ചു. അങ്ങനെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. അപ്പം ഞാനൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എന്താ പറയുക നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് എന്ത് ചെയ്യുക ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം. എന്നിട്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഗരം മസാല, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ലപോലെ ഒന്നും കൂടെ മിക്സാക്കി അങ്ങനെ നമ്മളെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക മാവ് നമുക്ക് ബോൾസ് ആയിട്ട് എടുത്തതിന് ശേഷം നമുക്കൊന്നിങ്ങനെ നൈസായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഓടിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമുക്ക് മൈദൻ്റെ ഒരു പശ പോലത്തെ മാവ് വേണം. പിന്നെ കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സേമിയോ ആണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പരത്തി വെച്ചത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കോണിൻ്റെ ഷേപ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. അങ്ങനെ കോണിൻ്റെ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ മൈദമാവ് ഉണ്ടല്ലോ അതൊന്ന് കലക്കി തൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ ഒരു കട്ടിയിൽ നമ്മൾ മൈദമാവാക്കിയില്ലേനോ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മസാല കുറച്ച് പോയിട്ടോ വീണ്ടും എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ സേമിയയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് പണി. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ പേരാണ് ചിക്കൻ സ്മോക്കി കോൺ. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. കായ്പോളുണ്ട്, ചിക്കൻ സ്മോക്കി കോൺ ഉണ്ട്, പിന്നെ ഉള്ളത് കൽമാസാണ്, ജ്യൂസായിട്ട് ബനാനയാണുള്ളത്, പിന്നെ ലൈമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സെറ്റായിട്ടുണ്ട്. പിന്നെ അങ്ങനെ അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്നു. പിന്നെ രാത്രി ഫുഡ് എന്ന് പറയാനാണെങ്കിൽ ചോറാണ് കേട്ടോ. പിന്നെ വറവുണ്ട്, അച്ചാറുണ്ട്, മുട്ട മറിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.